കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന പെണ്ണാണ്. ഹലാലായ ഭർത്താവിന്റെ അരികിൽ കിടന്നുറങ്ങുന്ന പെണ്ണാണ്. ഹലാലായ ഭർത്താവ് ഇല്ലാത്ത സന്ദർഭത്തിൽ ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റ് പോയവളാണ് നബിയേ. ഫതബീതു ഇൻദ റജുലിൽ ഹബീബ്. അഹങ്കാരിയും തമ്മാടിയും ദുഷിച്ച സ്വഭാവക്കാരനുമായ തന്റെ മറ്റൊരു പുരുഷനോടൊപ്പം ഫതബീതു ഇൻദഹാ ഹത്താ തുസ്ബിഹാ. നേരം വെളുക്കുന്നത് വരെ രാത്രി മുഴുവനും അന്യ പുരുഷന്റെ കിടപ്പറ പങ്കിട്ട വ്യക്തിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നേരിട്ട് കാണിച്ചു കൊടുക്കുകയാ. മിഅ്റാജ് വെറുതെയല്ല പെങ്ങളെ, ഒരു മതപ്രഭാഷണത്തിന് വേണ്ടി ചരിത്രം കെട്ടിച്ചമയ്ക്കുകയല്ല പെങ്ങളെ. രണ്ടു തുള്ളിയുടെ സുഖത്തിന് വേണ്ടി തന്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരു ഭർത്താവിനെ കണ്ടെത്തിയിട്ട് മറ്റൊരു പുരുഷന്റെ മണിയറയിലേക്ക് കടന്നു പോകുമ്പോൾ നീ ഓർക്കണേ, അവിടുത്തെ സുഖം പറ്റിക്കൊണ്ട് നേരം വെളുക്കുന്നത് വരെ ആ ഭർത്താവിനോടൊപ്പമാണ് നീ ആ കിടക്കറയിൽ പങ്കെടുത്തതെങ്കിൽ അത് ചീഞ്ഞഴുകിയ മാംസമാണ് നീ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന കാര്യം ഓർത്തോ. ചീഞ്ഞഴുകിയ മാംസമാണ്. ശുദ്ധമായ മാംസം നിന്റെ മുന്നിലുണ്ടായിട്ട് ചീഞ്ഞഴുകിയ മാംസം പെണ്ണെ നീ തിന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ ഒരിക്കൽ കൂടി ജിബ്രീൽ കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊരു ഭാഗം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മെല്ലെ മെല്ലെ നടന്നു പോവുകയാ. ഒരു വലിയ തന്തൂരി അടുപ്പ് പോലുള്ള ഒരുപാട് തീക്കനലുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരടുപ്പിന്റെ പരിസരത്തിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാ. അടുപ്പിന്റെ വായി ചെറുതാണ്, ഇറുക്കമുള്ളതാണ്. അസ്ഫലുഹു വാസിഉൻ, അടുപ്പിന്റെ താഴ്ഭാഗം വിശാലമുള്ളതാ. ഫീഹി ലഗത്തുൻ വാസ്വാൻ, ഒരുപാട് അപശബ്ദങ്ങളാണ്, ഒരുപാട് നിലവിളികളാണ്, ഒരുപാട് അട്ടഹാസങ്ങളാണ്, ഒരുപാട് ആലമനകളാണ് അടുപ്പിന്റെ ഉള്ളിൽ കിടന്ന് കേൾക്കാൻ കഴിഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടുപ്പിലേക്ക് ഞങ്ങൾ ഒന്ന് എത്തി നോക്കിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കാണ്, വേണമെങ്കിൽ ശ്രദ്ധിച്ചോ. ആരെയും പേടിപ്പിക്കാൻ പറയല്ല. അബൂബക്കറെങ്കിലും പേടിക്കട്ടെ, അബൂബക്കറെങ്കിലും പേടിക്കട്ടെ. ഈ പറയുന്ന വ്യക്തിക്ക് പേടി വരട്ടെ. അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തട്ടെ. പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ, പെണ്ണിന്റെ ചന്തം കാണുമ്പോ, പെണ്ണിന്റെ വയർ കാണുമ്പോ, പെണ്ണിന്റെ മാറിടം കാണുമ്പോ, പെണ്ണിന്റെ പ്രശ്നഭാഗം കാണുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട്, തന്റെ ഭർത്താവിനെ മറന്നുകൊണ്ട്, തന്റെ ഭാര്യയെ മറന്നുകൊണ്ട് ഹറാമിന്റെ വഴികളെ പച്ചമാംസം കൊത്തി തിന്നാൻ പോകുമ്പോ, ദുഷിച്ച മാംസത്തിന് വേണ്ടി പാടുപെടുമ്പോ അവർ ചിന്തിക്കണേ. രണ്ടു തുള്ളിയുടെ സുഖമാണ്, ഒരു 2 മിനിറ്റ് പോലും നിലനിൽക്കാത്ത സുഖമാണ്. ഈ 2 മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി അത് പിടിച്ചു നിർത്താനുള്ള കഴിവായ നിന്റെ ഭാര്യ ഉണ്ടായിട്ട്, ഭർത്താവ് ഉണ്ടായിട്ട് അവരെ സമീപിക്കാതെ ഭാര്യയെയും ഭർത്താവിനെ സമീപിക്കാൻ പോകുന്നവരുടെ ദുരവസ്ഥയാണ് അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിൽ കണ്ടത്. നബി തങ്ങൾ പറയുകയാ, ഫത്തലഅനാ ഫീ, ആ അടുപ്പിലേക്ക് ഞങ്ങളൊന്ന് എത്തി നോക്കിപ്പോയി. ഒരുപാട് അപശബ്ദങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ എത്തി നോക്കിയപ്പോ ഞാൻ കണ്ടു, ജിബ്രീൽ കണ്ടു, മീകായിൽ കണ്ടു. ഫീഹി നിസാഉൻ വരിജാൽ, കുറെ പുരുഷന്മാരെയാണ്, കുറെ സ്ത്രീകളെയാണ്. അവർക്ക് വസ്ത്രമില്ല, അവർക്ക് വസ്ത്രമില്ല. നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ വിവസ്ത്രകളായി അവരതാ ഭയങ്കരമായ തീക്കനലിൽ വെന്തുരുകയാണ്. അവരുടെ അടിഭാഗത്ത് നിന്ന് തീജ്വാല ആളിക്കത്തുകയാണ്. ആ തീജ്വാല ആളിക്കത്തുമ്പോ അതിന്റെ ആഘാതത്താൽ ആ അടുപ്പിന്റെ മുകളിലേക്ക് അവർ കുളിച്ചു വരുന്നുകൊണ്ട് നിലവിളിക്കുകയാ, വൈലത്താ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾക്ക് സംഭവിച്ചത്. ഞങ്ങളിതാ വിലപിക്കുകയാണ്. ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഒന്ന് രക്ഷപ്പെടുത്തുമോ.
അല്ലാഹുവിന്റെ റസൂലിന് അത് കാണാനുള്ള ശക്തി ഉണ്ടായില്ല. നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിത്തെറിച്ചു പോയി. ഈ സ്ത്രീകളും പുരുഷന്മാരും വിവസ്ത്രകളായി ഔറത്ത് മറയ്ക്കാതെ ഒരു നൂല് കൊണ്ടുപോലും മറയ്ക്കാതെ വിവസ്ത്രകളായി കിടന്നുകൊണ്ട് തീ കനലിൽ കിടന്ന് പൊട്ടിത്തെറിക്കുന്ന രംഗം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അടുപ്പിന്റെ സൈഡിൽ നിന്ന് പാചകം ചെയ്യുന്ന സഹോദരിമാർ എത്രത്തോളം ഉഷ്ണിക്കുമെങ്കിൽ ചിമ്പ് കണക്കിന് ബിരിയാണി വെക്കുന്ന സഹോദരങ്ങൾ ആ അടുപ്പിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഈ കനലുകൾ നീക്കിയിട്ട് ദം ബിരിയാണി വെക്കുമ്പോ എത്രത്തോളം അസഹ്യതയാണ് അവരനുഭവിക്കുന്നതെങ്കിൽ ഇതെല്ലാം നമുക്കൊരു കാറ്റിന്റെ അരികിൽ പോയിരുന്നാൽ ഒരു ഫാനുണ്ടെങ്കിൽ ഇതെല്ലാം സഹിക്കാവുന്ന കാര്യമാണ്. പക്ഷേ നരകത്തേക്ക് പോകുമ്പോ ആ നരകത്തിനകത്തേക്ക് പോകുമ്പോ ഈ തീക്കനൽ കൊണ്ട് നിറയ്ക്കപ്പെട്ട അടുപ്പിനകത്തേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാതെ ഒരു മറ പോലുമില്ലാതെ ഏത് പുരുഷനും ഏത് സ്ത്രീയുമായിട്ടാണ് നീ ബന്ധപ്പെട്ടത് അവരെ രണ്ടുപേരെയും അവരുടെ ഗുഹ്യഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ അടുപ്പിനകത്ത് കത്തിക്കുന്ന രംഗമല്ലാതെ റസൂല് കൊണ്ടതാ. കളവല്ല, തമാശയല്ല. അതിലേക്ക് ഞാൻ എത്തി നോക്കിയപ്പോ ഈ സമുദായം പൊട്ടിത്തെറിക്കുകയാണ്, മുറിയുകയാണ്. ഞാൻ ചോദിച്ചു, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, അവിടുത്തെ ഉമ്മത്തികളിൽ പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ദുനിയാവിൽ വേശ്യാവൃത്തിക്ക് കൂട്ടുനിന്നവരാണ്. കേവലം ഒരു ചെറിയ സുഖത്തിന്റെ പേരിൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ മുകളിലേക്ക് ചാടി കയറിയവരാണ്. ഉപ്പയെയും ഉമ്മയെയും വഞ്ചിച്ചിട്ട് പെണ്ണുങ്ങളെ പർദ്ദ അടിച്ചു മാറ്റിയിട്ട് അടിവസ്ത്രം അടിച്ചു മാറ്റിയിട്ട് ആണിന്റെ ഒരു സുഖത്തിന് വേണ്ടി ഭർത്താവിനെ വഞ്ചിച്ചവരാ, പാപ്പായെയും ഉമ്മായെയും വഞ്ചിച്ചവരാ. കേവലം ഒരു ചെറിയ സുഖത്തിന് വേണ്ടിയല്ലേ അതടക്കി വെക്കാതെ പിടിച്ചു വെക്കാതെ ആരാന്റെ മുന്നിൽ നിന്റെ നഗ്ന ഭാഗങ്ങളെ തുറന്നു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ നഗ്ന നേത്രം കൊണ്ട് കണ്ടതാണ് ആ തീക്കനലിൽ കിടന്ന ഈ സമുദായം വെന്തുരുകുന്നത്. അവർ മുകളിലേക്ക് തീജ്വാല അവരെ കൊണ്ടുവരുമ്പോ വീണ്ടും അതേപോലെ താഴേക്ക് പോവുകയാ, വീണ്ടും അതേപോലെ മുകളിലേക്ക് കടന്നു വരുന്നു. കാലാകാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട സംഭവമാണ്. കാലാകാലം അവർക്കുള്ള ശിക്ഷ ഇതാണ്. അല്ലാഹു മാപ്പാക്കട്ടെ, അല്ലാഹു മാപ്പാക്കട്ടെ, അല്ലാഹു മാപ്പാക്കട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വീഴ്ചയുണ്ടെങ്കിൽ പഠിച്ചവനെ ഇന്ന് വരെയുള്ളത് നീ മാപ്പാക്കിത്താ പഠിച്ചവനെ. ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അങ്ങനെയുള്ള ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. നബിയെ, അവിടുത്തെ സമുദായത്തിലെ പെട്ട വ്യക്തിയാണ് നബിയെ, അവിടുത്തെ സമുദായത്തിലെ ഒരു പുരുഷനാണ് നബിയെ. ഹാദാ റജുലു മിൻ ഉമ്മതിക യഖൂമു മിൻ ഇൻദി സൗജിഹാ സൗജതിഹാ ഹലാലൻ തയ്യിബാ ഫയഅതി ഇംറഅതൻ ഖബീസാ ഫയബീതു ലഹാ ഹത്താ യുസ്ബിഹാ. ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ചിട്ട് വ്യഭിചരിക്കാൻ പോകുന്ന പുരുഷന്മാരെ, ദിവസം തോറും എത്രയെത്ര പെണ്ണുങ്ങളുടെ സ്വരമാധുര്യം കേട്ട് ആനന്ദിക്കുകയാണ് നമ്മൾ. എത്രയെത്ര പെണ്ണ് നമുക്ക് സൗകര്യം ഒരുക്കി തന്നാൽ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കൊതിക്കുന്നവരാണ് നമ്മൾ. അവൾക്കൊരു ചുടുചുംബനം നൽകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എത്ര നമസ്കരിച്ചാലെന്താ, എത്ര വാത് കേട്ടാലെന്താ, എത്ര ഖുർആന്റെ ഓത്ത് കേട്ടാലെന്താ, എന്തെല്ലാം കേട്ടാലും പഠിക്കാത്തവർ, കണ്ടാലും കണ്ടതുപോലെ പഠിക്കാത്തവർ വീണ്ടും ഒരു പെണ്ണിന്റെ അടിവയർ കാണുമ്പോ ആകൃഷ്ടനായി പോകുന്ന ചെറുപ്പക്കാരാ, ദിവസം തോറും മൊബൈലെടുത്ത് വെച്ച് നെറ്റെടുത്തിട്ട് എത്രയെത്ര പെണ്ണിന്റെ അടിവസ്ത്രമാണ് കണ്ടുരസിക്കുന്നത്, എത്രയെത്ര പെണ്ണിന്റെ കുളിസീനാണ് കണ്ടുരസിക്കുന്നത്, എത്രയെത്ര പെണ്ണിന്റെ നഗ്നഭാഗങ്ങളാണ് കണ്ടുരസിക്കുന്നത്. അത് കണ്ടു ഓർത്ത് 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 സ്വയം ഭോഗം ചെയ്ത് സ്വയം നശിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ പോലും ബന്ധപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ നീ തകർന്നു പോവുകയല്ലേ, തകർന്നു പോവുകയല്ലേ. ഈ വികാര വിചാരങ്ങളും ഈ കാമവും നിന്റെ ഹൃദയത്തിനെ കീഴ്പ്പെടുത്തി
കീഴ്പ്പെടുത്തിയില്ലേ? എന്തിനാണ് ഒരു ചെറിയ പെണ്ണിന്റെ ഈ രസം കണ്ടുകൊണ്ട് നിന്റെ ശരീരത്തെ നീ തകർത്ത് കളയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ നഗ്നനേത്രം കൊണ്ട് കണ്ട കാഴ്ചയാണ്. വേണമെങ്കിൽ ചിന്തിച്ചോ, വേണമെങ്കിൽ ചിന്തിച്ചോ. ഒരിക്കലും നീ മരിച്ച് ഈ പള്ളിയുടെ ശ്മശാനത്തിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ നിന്റെ ഉപ്പ കാണില്ല, നിന്നെ പിഴപ്പിച്ച പെണ്ണ് കാണില്ല, നിന്നെ കിടപ്പറയിലേക്ക് മാടി വിളിച്ച ഒരു പെൺകുട്ടി പോലും ആ കബറിലേക്ക് വരികയില്ല. ഒരു പക്ഷേ നീ മരിക്കുമ്പോ നിന്റെ നെഞ്ചത്തോടെ കൊണ്ട് വെച്ചിട്ട് അവള് മടങ്ങിപ്പോകുമെങ്കിൽ നിന്റെ പൈസ മുഴുവൻ ഒരു തിന്ന പെണ്ണാണ് പോകുന്നതെന്ന കാര്യം ഓർത്തോ. ആരാണ് ഒരു പെണ്ണിന്റെ പിന്നാലെ പോകുമ്പോ അവൻ സാമ്പത്തികമായി തകർന്നു പോകുമ്പോൾ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കൊണ്ടുകൊണ്ട് തന്റെ സമ്പാദ്യത്തിന്റെ പകുതിയും മുക്കാലും അവൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് ഒരു 2 തുള്ളിയുടെ സുഖത്തിന് വേണ്ടി തന്റെ ശരീരം അവളുടെ ശരീരവുമായി കൂട്ടിയിണക്കുന്നവൻ അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുമെന്ന് ലോകത്തിന്റെ ഗുരുഭൂതനായ മുഹമ്മദ് മുസ്തഫ. സാമ്പത്തികമായി കഴിവുള്ള ഒരു വ്യക്തി തകർന്ന് തരിപ്പണമാകുന്നത് നീ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അവന്റെ രഹസ്യ സങ്കേതം എന്താണെന്ന് മനസ്സിലാക്കിക്കോ. ഒരു പക്ഷേ അവന് രഹസ്യമായ ഒരു പെണ്ണുമായി ഒരു ബന്ധം കാണും. ആ പെണ്ണിവനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാ. സാമ്പത്തികമായി നീ തകർന്നു പോകും, ശാരീരികമായി നീ തകർന്നു പോകും, മാനസികമായി നീ തകർന്നു പോകും, കുടുംബപരമായി നീ തകർന്നു പോകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, സ്വന്തം ഭാര്യയെ കളഞ്ഞിട്ട് മറ്റൊരു പെണ്ണുമായി നീ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ആനന്ദം അല്ലാഹു എടുത്തു കളയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട കാഴ്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹലാലായ തന്റെ ഭാര്യയെ ഭക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ചെറുപ്പക്കാരനാ. അയൽവക്കത്തുള്ള ഹറാമായ പെണ്ണുമായി രാത്രി കഴിഞ്ഞുകൂടിയവനാണ്. അയൽവക്കത്തുള്ള പെണ്ണുമായി കഴിഞ്ഞുകൂടിയവനാ. അതല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലോ റിസോർട്ടോ എടുത്തിട്ട്, അതല്ലെങ്കിൽ ആഡംബര ബോട്ടുകളോ, അതല്ലെങ്കിൽ വാഹനത്തിൽ കയറിയിട്ടോ തന്റെ ഭാര്യയ്ക്ക് പോലെ തന്റെ ഭാര്യയ്ക്ക് തന്റെ ശരീരം കൊടുക്കാതെ അന്യപെണ്ണിനെ തന്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി കസേരയിൽ ഇരുന്നു കൊണ്ട് തന്റെ വിചാരങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ ബസിന്റെ സീറ്റിലിരുന്നു കൊണ്ട് തന്റെ വികാരത്തിന് പൂർത്തീകരണം വരുത്തുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് കണ്ടതാടാ മോനെ, അല്ലാഹുവിന്റെ റസൂല് കണ്ടതാടാ മോനെ. ചീഞ്ഞഴുകിയ മത്സ്യമാണ് നിനക്ക്, ചീഞ്ഞഴുകിയ മാംസമാണ് നിനക്ക് നാളെ ആഹാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കഴിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയുമോ? ഞാൻ ഈ പരിചയപ്പെടുത്തിയ ഈ നരകത്തിന്റെ തീയുണ്ടല്ലോ, ഈ നരകത്തിന്റെ അടുപ്പുണ്ടല്ലോ, ആ അടുപ്പിനകത്ത് വെച്ചാണ് നീ കഴിക്കുന്നത്. വിദേശത്ത് ജോലിക്ക് പോയി വർഷങ്ങളായി കഴിയുന്നവർ ഡോളറുകളും ദിർഹമുകളും ദിനാറുകളും സമ്പാദിക്കുമ്പോ 1000-ഓ 2000-ഓ 3000-ഓ ദിനാറുകൾ കിട്ടുമ്പോ അതിൽ നിന്നും പഠിച്ചെടുത്തിട്ട് തന്നെ ഒരു നേഴ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ജോലി നോക്കുന്ന വക്രാട്ടിന് വേണ്ടി പൈസകൾ ചെലവഴിക്കുന്ന എത്ര പ്രവാസികളാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ നിന്റെ കടം തീരാത്തതിന്റെ കാരണമെന്തെന്നറിയോ? നിന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥത മാറാത്തതിന്റെ കാരണമെന്തെന്നറിയുമോ? നിന്റെ ദാരിദ്ര്യം വിട്ടുമാറാത്തതിന്റെ കാരണമെന്തെന്നറിയുമോ? ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറയുകയാണ്, നീ ഗൾഫ് നാട്ടിൽ വിദേശ നാട്ടിൽ കിടന്ന് എരിവരുകൊള്ളുന്ന തീയുടെ ചൂടിൽ കിടന്ന് എന്റെ ശരീരത്തെ ചോര നീരാക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്ന പൈസ വേശ്യാവൃത്തിക്ക് വേണ്ടി നീ ചെലവ് ചെയ്യുമ്പോ അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്തു കളഞ്ഞു. നീ 10 വർഷമല്ല, 20 വർഷമല്ല, 30 വർഷം നീ ഗൾഫിലെ കിടന്ന് മരുഭൂമിയിലെ കിടന്ന് കഷ്ടപ്പെട്ടാലും, എത്ര വലിയ ചൂടിന്റെ കീഴിലെ കിടന്ന് നീ കഷ്ടപ്പെട്ടാലും നിന്റെ കടം മാറുകയില്ല, ജീവിതത്തിൽ ഒരു ബർക്കത്ത് ലഭിക്കുകയില്ല, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുകയില്ല. കാരണമെന്ന് അറിയുമോ? നിന്റെ ഹലാലായ പൈസ ഹറാമിന് വേണ്ടി നീ ചെലവ് ചെയ്തവനാ. ഹറാമായ പൈസ, ഹലാലായ പൈസ ഹറാമായതിനു വേണ്ടി ചെലവ് ചെയ്തവനാ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. ആളുകൾ ബർക്കത്തിനുണ്ട്, ബർക്കത്തില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര സമ്പാദിച്ചാലും ബർക്കത്തില്ല, എത്ര സമ്പാദിച്ചാലും ബർക്കത്തില്ല. ചുമ്മാ ദ്വാരുന്ന മറ്റോ ദിർഹം ദിനാർ 10 റിയാലിന് കിട്ടുന്നവന്മാരുണ്ട്, 100 റിയാലിന്റെ ഉണ്ട്, 50 റിയാലിന്റെ ഉണ്ട്, 50 ദിർഹമിന്റെ ഉണ്ട്, 1000 ദിർഹമിന്റെ ഉണ്ട്. അതേപോലെ ഇവിടെ 1000-ന്റെ ഉണ്ട്, 2000-ന്റെ ഉണ്ട്, 10,000-ന്റെ ഉണ്ട്, 50,000-ന്റെ ഉണ്ട്, 1 ലക്ഷത്തിന്റെ ഉണ്ട്. എല്ലാം ഒരു ഷോട്ട് തീർന്നു. 1 ലക്ഷം തീർന്നു. എല്ലാം 1 ലക്ഷം
നിമിഷ നേരം കൊണ്ടാ പോണത്. പിന്നെ കളിക്കും. പിന്നീട് അടിക്കുക, പൈസ എല്ലാം ആകെ തകർന്ന്. എന്ത് ഗുണം? ദാരിദ്ര്യം മാറുമോ? കുടുംബത്തിന് ദാരിദ്ര്യം മാറുമോ? കുടുംബത്തിന് പ്രയാസം മാറുമോ? മാനസിക വിഷമം മാറുമോ? നമ്മുടെ പ്രശ്നങ്ങൾ മാറുമോ? ഇല്ല, ഒന്നും മാറില്ല. വീണ്ടും വീണ്ടും അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്ത്? ആണ് വേറവനുമായിട്ട് കഴിയുന്നു, പെണ്ണ് വേറവനുമായിട്ട് കഴിയുന്നു, പെണ്ണ് വേറവനുമായിട്ട് കഴിയുന്നു, ആണ് വേറവനുമായിട്ട് കഴിയുന്നു. സ്വന്തം ഭാര്യയും ഭർത്താവിനും തമ്മിൽ ബന്ധമില്ല. തങ്ങൾ കണ്ടു അവര് തിന്നുന്നത് വെറും ദുർനാറ്റം വമിക്കുന്ന മാംസമാണ്. ദുർനാറ്റം വമിക്കുന്ന മാംസമാണ്. من الإنسان يوم يختم على الأفواه فخذه من الرجل الشمال. നാളെ ഓരോ മനുഷ്യന്റെ വായിലും മൂടി വെക്കപ്പെടുമ്പോൾ, ഓരോ മനുഷ്യന്റെ വായിലും സീല് വെക്കപ്പെടുമ്പോൾ ആദ്യമായി റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കുന്നത് ഇടത് കാലിന്റെ തുടയിലായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ആ ഇടത് കാലിന്റെ തുടയിൽ വിളിച്ചു പറയുമത്രേ, യാ റബ്ബിയോ പടച്ചവനെ അനറകിബത്തുൽ ഹറാം. ഇന്തോനേഷ്യ പെണ്ണിനെ എന്റെ കാലിൽ വെച്ചവളാണ് ഞാൻ. കാസർഗോട്ടുകാരി പെണ്ണിനെ എന്റെ കാലിലോട് ചേർത്ത് വെച്ചവളാണ് ഞാൻ. മലേഷ്യക്കാരി പെണ്ണിനെ, പലസ്തീനിന്റെ പെണ്ണിനെ, സിറിയക്കാരിയായ പെണ്ണിനെ വിദേശത്ത് ജോലി ചെയ്യുമ്പോ ഏതെല്ലാം ആഭാസത്തിന് വേണ്ടി ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ എന്റെ സഹോദര, നീ ഒന്നും പറയേണ്ടതില്ല. ഏതൊരു കാലിലാണ്, ഏതൊരു തുടയലിനോടാണ്, ഏതൊരു പെണ്ണിന്റെ അങ്കലാവണ്യത്തെ നീ ചേർത്ത് വെച്ചതെങ്കിൽ ആ തുടയൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിളിച്ചു പറയുമത്രേ, ഹറാമായ വണ്ടി വാഹനം കയറ്റിയ തുടയാണ് റബ്ബേ. അമാനത്ത്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അമാനത്താ. കണ്ണ് അമാനത്താ, കാത് അമാനത്താ. വിശദീകരിക്കാൻ അബൂബക്കറിന് സമയമില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ ഇന്ന അസ്-സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സീരിയൽ കണ്ടും പെണ്ണിന്റെ അങ്കലാവണ്യം കണ്ടും പുരുഷന്റെ ആകാര സൗഷ്ഠവവും കണ്ട് രസിക്കാനുള്ളതല്ല കണ്ണ്. പെണ്ണിന്റെ പഞ്ചാര സംസാരം കേൾക്കാനുള്ളതല്ല കാത്. ഓരോ പെണ്ണിന്റെ ഓരോ രഹസ്യങ്ങളും വട്ടമുഖങ്ങളും പുരികങ്ങളും അവളുടെ ചുണ്ടുകളും അവളുടെ ഓരോ മാതളം കിടമ്പുന്ന അങ്കലാവണ്യവും ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല ഹൃദയം. അവളുടെ വീട്ടിലേക്ക് ആരോരുമില്ലാതെ രഹസ്യമായി രാത്രി നടന്നു പോകാനുള്ളതല്ല കാല്. അവളെ കെട്ടിപ്പിടിക്കാനുള്ളതല്ല കൈകൾ. ഈ കൈകളും അവയവങ്ങളും എല്ലാം റബ്ബിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയുമത്രേ. വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. എന്തിനാണ് എന്നോടൊപ്പം കഴിഞ്ഞിട്ട് എന്റെ കൂടെ എന്റെ കയ്യെ, എന്റെ കാല്, എന്റെ കാത്, എന്റെ കണ്ണ്, എന്റെ ഹൃദയമേ എനിക്കെതിരെ നിങ്ങൾ എന്തിനാണ് സാക്ഷി പറഞ്ഞെന്ന് ചോദിക്കുമ്പോ ആ അവയവങ്ങൾ പറയുമത്രേ, അല്ലാഹു ഞങ്ങളെ കൊണ്ട് പറയിച്ചതാ. ഞങ്ങൾക്ക് കള്ളം പറയാറില്ല, അല്ല പറയിച്ചതാണ്. അല്ല പറയിച്ചതാണ്. നിങ്ങളെ സംസാരിപ്പിച്ച അതുണ്ടല്ലോ, ആ അല്ല പറയിച്ചതാണ്. അപ്പൊ ഞാൻ എവിടെയൊക്കെ പിടിച്ചിട്ടുണ്ട് അതെല്ലാം പറയും, എവിടെയൊക്കെ ചുംബിച്ചിട്ടുണ്ട് അതെല്ലാം പറയും, എവിടെയൊക്കെ ചേർന്ന് കിടന്നിട്ടുണ്ട് അതെല്ലാം പറയും, എത്ര പേരെ വഞ്ചിച്ചിട്ടുണ്ട് ഇത് മുഴുവനും പറയും. അമാനത്ത്, ശരീരത്തിന്റെ അവയവങ്ങൾ അമാനത്ത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇത് മുഴുവനും നാളെ ചോദ്യം ഉണ്ടാകും. ഈ ശരീരത്തിന്റെ ഓരോ അവയവം വേണമെങ്കിൽ സൂക്ഷിച്ചോ, വേണമെങ്കിൽ സൂക്ഷിച്ചോ. നബിഗിന റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഉൻദിറുതുകുമുന്നാർ, ഉൻദിറുതുകുമുന്നാർ. മോളെ ഫാത്തിമ, മോളെ നീ എന്റെ കരളിന്റെ കഷണമാ, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാ, എന്റെ രക്തത്തിന്റെ തുള്ളിയാ, എന്റെ ജീവിതത്തിന്റെ സന്തോഷമാണ് എന്റെ പൊന്നുമോളെ ഫാത്തിമ. നിനക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചോദിച്ചോ, നിന്റെ ഉപ്പാടെ സ്വത്തിൽ നിന്ന് ചോദിച്ചോ. ഉപ്പ് നിനക്ക്